തുടർച്ചയായ ആനയിടച്ചിലുകളിൽ വില്ലനാകുന്നത് ചൂടും വിശ്രമമില്ലായ്മയും. ആനകളെ പ്രകോപിപ്പിക്കുന്നതിൽ ആൾക്കൂട്ടത്തിനും പങ്ക്. ആനയിടയിൽ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. സമീപനാളുകളിൽ ഒട്ടേറെ സ്ഥലങ്ങളിലാണ് ആനയിടഞ്ഞത്. കനത്ത ചൂടും വിശ്രമമില്ലാതെ തുടർച്ചയായി എഴുന്നള്ളിക്കുന്നതുമാണ് ഇടച്ചിലിന് കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ആനകളുടെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കെടുക്കുമ്പോൾ 700-800 ആനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 300-350 ആനയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അമിത ജോലിഭാരം ഓരോ ആനകൾക്കും അറിയാതെ തന്നെ കയറി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനകൾക്ക് റെസ്റ്റ് കൊടുക്കേണ്ടത് വളരെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. അത് ഓരോ ഉടമസ്ഥരും അതിൻ്റെ പാപ്പാന്മാരും കൃത്യമായി ശ്രദ്ധിക്കണം. പിന്നെ ആനയ്ക്ക് ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അമിതമായി ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ തന്നെ നമുക്ക് മെയ് മാസം ചൂട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാലാവസ്ഥയിൽ ഒരു വ്യതിയാനം. ആ വ്യതിയാനം ശരിക്കും പറഞ്ഞാൽ ആനയെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. പരിചയസമ്പത്തില്ലാത്ത പാപ്പാന്മാരും എഴുന്നള്ളിപ്പ് ശീലമില്ലാത്ത ആനകളും ഇടയുന്ന സംഭവങ്ങളിൽ പ്രധാന കാരണമാകുന്നുണ്ട്. പാപ്പാന്മാരെ പരിചയക്കുറവ് നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം ആന ഇടഞ്ഞ ആനയുടെ പിന്നാലെ വാൽമ പിടിച്ച് ഓടിയോണ്ട് മാത്രമായില്ല. കാരണം ആനയും പാപ്പാനും തമ്മിലൊരു നല്ലൊരു ബന്ധം ഉണ്ടാവണം. തലേദിവസം വന്ന് ആനയെ അഴിച്ച് അടുത്ത ദിവസം ആനയെ എഴുന്നള്ളിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ആന എഴുന്നള്ളിപ്പ് അറിയാത്ത ആനകളുണ്ട് ഇപ്പോൾ. കാരണം തടി പിടിക്കുന്ന ആനകളുണ്ട്. ഇടഞ്ഞ ആനകൾ കൂടുതൽ പ്രകോപിതരാകുന്നതിന് പിന്നിൽ ആൾക്കൂട്ടത്തിനും വലിയ പങ്കുണ്ടെന്ന് ആന ചികിത്സകർ പറയുന്നു. ബഹളമുണ്ടാക്കുകയും പുറകിലോടുകയും ചെയ്യുമ്പോൾ ആന കൂടുതൽ പ്രകോപിപ്പിക്കപ്പെടുകയാണ്. ഒരു ആന ഇടയുകയാണെങ്കിൽ, അമ്പലപ്പറമ്പിൽ ഇടയുകയാണെങ്കിൽ ഇപ്പോൾ അവർക്കൊരു തമാശയാണ്. കാരണം അവർക്ക് ആദ്യം ആരാണത് ലൈവ് ചെയ്യണ് എന്നുള്ളതാണ് ഇപ്പോഴത്തേത്. കാരണം അതിന് പിന്നാലെ ഓടി ക്യാമറയും പിടിച്ച് അത് ആന ഇടയുന്നത് ക്യാമറ പിടിച്ച് മൊബൈലിൽ സെൽഫി വരെ എടുക്കാനായിട്ട് ആന ഇടയുന്നത് സെൽഫി എടുക്കുന്ന രംഗം ഞാൻ കണ്ടിട്ടുണ്ട്. TCV തൃശ്ശൂർ.